അടുത്തത് നമ്മളിപ്പം ഇപ്പം എന്താ ചെയ്തതുപോലെ തന്നെയുള്ള വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. 40 centimeter cube of methane react with the chlorine according to the following reaction, that is CH4 gas plus 2Cl2 gives CH2Cl plus 2H2. അതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളിപ്പോ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് HCl. HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ് ഫോംഡ് ബൈ ദ ക്ലോറിൻ ഗ്യാസ്. അതായത് HCl അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ദ സെയിം തിങ് വിച്ച് വി ഡൺ ജസ്റ്റ് ഓൺ ദി എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. അതായത് യു ക്യാൻ ഡു ബൈ യുവർ സെൽഫ്. ദെൻ ഫോർ ദി എന്താണ് like next question we have to check whether it is which one is the next question. Question number 6. 200 centimeter of ethylene that is C2H4 is burning just sufficient air containing 20% of oxygen to form carbon dioxide gas and steam. If all the measurements are made at constant pressure and 100 degrees Celsius, find the compositions of the resulting mixture. അതായത് 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് എത്തിലീൻ ദാറ്റ് ഈസ് C2H4 എന്തായാലും സഫീഷ്യന്റ് എയറിൽ ബേൺ ഔട്ട് ചെയ്തു. അതായത് അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഓക്സിജൻ, എയറിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓക്സിജൻ എത്രയാണ്? 20% ആണ്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും സ്റ്റീമും ഉണ്ടായി. സോ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ പ്രൊഡക്റ്റ്. ഞാൻ എഴുതാമേ ഇതിനോടൊപ്പം. എത്രയായിരുന്നു നമ്മുടെ, ഞാൻ റിയാക്ഷൻ ആണ് എഴുതുന്നത്. അതായത് C2H4 നമ്മുടെ എത്തിലീൻ അതെന്തിനുമായിട്ട് ബേൺ ചെയ്തു? എയറുമായിട്ട്. എയറിൽ എന്ന് വെച്ചാൽ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്തു. ഗീവ്സ് എന്താണ് പ്രൊഡക്റ്റ് ചെയ്തത്? കാർബൺ ഡയോക്സൈഡും ദെൻ സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മുടെ H2O. ഓക്കെ, H2O ആണ്. ഇത് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ദെൻ വാട്ട്? ഇഫ് ഓൾ ദ മെഷർമെന്റ്സ് ആർ മെയ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് 10 degree Celsius. 10 degree Celsius, which is the temperature they used. We have to mention there. Find the composition resulting mixture. So after the same thing which we done on the third or fourth question, after the reaction, what will be the composition of each product over there? We need to find out. So ആദ്യം നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യുക. അതാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. സോ ഹിയർ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. സോ ഞാൻ ഇവിടെ എന്താണ് കാർബൺ ശരി ഇവിടെ 2 ഇട്ടു. ദെൻ വാട്ട്? ഇനി എന്താ? CO2 ആൻഡ് ഇനി 100 degree Celsiusല് ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി 2. ബാലൻസിങ് തന്നെ ചെയ്ത് നോക്കണം. തന്നെ ചെയ്താലേ അത് കിട്ടുള്ളൂ. അല്ലാതെ പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഏതെങ്കിലും ഇതിൽ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. ഓക്കെ, സോ എന്നിട്ട് ഗെലുസാക്ക് ലോ പ്രകാരം നമുക്കറിയാം ഇവിടെ എത്രയാണ്? 1 വോളിയം ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3 വോളിയം ആണ്. ദെൻ ഇവിടെ 2 വോളിയം ആണ്. ആൻഡ് ഇവിടെ 2 വോളിയം ആണ്. ഓക്കെ, സോ ഗെലുസാക്ക് പ്രകാരം 1 വോളിയം ഓഫ് എത്തിലീൻ, 1 വോളിയം ഓഫ് എത്തിലീൻ എന്ന് പറഞ്ഞാൽ C2H4. H4ന് എന്തേലും ഓക്സിജൻ ആണ് വേണ്ടത്? എത്ര ഓക്സിജൻ വേണ്ടി വന്നു? 3 വോളിയം ഓഫ് ഓക്സിജൻ O2 വേണ്ടി വന്നു അല്ലെ? ദെൻ അങ്ങനെയെങ്കിൽ 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് എത്തിലീൻ C2H4ന് എന്തേലും ഓക്സിജൻ വേണ്ടി വരും? സെയിം തിങ്, 3 into 200. 3 into 200 ആകുമ്പോൾ 600 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമുക്ക് വേണ്ടത്. ദെൻ സെക്കൻഡ് വൺ, ഇനി എത്തിലിന് അബൌട്ട് കാർബൺ ഡയോക്സൈഡ് നോക്കാം. ഇനി എത്തിലിൻ 1 വോളിയം ഓഫ് C2H4ന് എത്ര വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് വേണ്ടി വന്നു? 2 CO2. 2 വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് വേണ്ടി വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം? 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് C2H4ന് എത്ര വേണം? 2 into 200 equal to 400 സെന്റിമീറ്റർ ക്യൂബ് ആണ് വേണ്ടതെന്ന് മനസ്സിലാവും. അവിടുന്ന് മനസ്സിലായോ? ഇനി അടുത്തത് എന്താ? വാട്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഇവിടെ. അതായത് സ്റ്റീം എന്നുള്ള അവസ്ഥയിൽ. സോ 1 വോളിയം ഓഫ് എത്തിലീൻ C2H4
4. ഇപ്പൊ നിങ്ങൾ എഴുതിയില്ലെങ്കിലും അതൊരു കുഴപ്പമല്ല, കാരണം സ്റ്റീമിനെ നമ്മൾ അത്ര വലിയ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ദാറ്റ് വിൽ ബി 2 വോളിയം അല്ലെ, വാട്ടർ 2 വോളിയം ആണ്. അങ്ങനെയെങ്കിൽ 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് എത്തിലീൻ എന്ത് വേണം, സ്റ്റീം യൂസ് ചെയ്യും. 200 into 2 equal to 400 സെന്റിമീറ്റർ ക്യൂബ് ആണ് വേണ്ടത്. അപ്പം നമുക്കറിയാം എത്ര ഓക്സിജൻ എത്ര പെർസെന്റേജ് എന്നാ പറഞ്ഞത്, 20% എന്നാ പറഞ്ഞത്. അതിൽ ബാക്കി 80% എന്താണ്, എന്താ ഓക്സിജന്റെ 20% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 80% അൺറിയാക്റ്റഡ് ഫോമിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നമുക്ക് എത്രയായിരുന്നു ഓക്സിജൻ എടുത്തത്, നമ്മുടെ ഓക്സിജന്റെ പറ്റി 200 എത്തിലീൻ ആകപ്പാടെ വേണ്ടുന്ന 600 സെന്റിമീറ്റർ ക്യൂബ് ആണ് വേണ്ടത്. 600 സെന്റിമീറ്റർ ക്യൂബ് അത്രയായിരിക്കും എന്റെ വോളിയം. എങ്കിൽ ഇവിടുത്തെ അൺറിയാക്റ്റഡും യൂസ് ചെയ്ത ഇതും കൂടെ കണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ വിച്ച് ദേ നീഡഡ്. ഇപ്പൊ ഈ 80 അൺറിയാക്റ്റഡ് ആയിട്ടുള്ളവരും ഈ റിയാക്റ്റഡും കൂടെ കൂടി ചേർന്ന് ടോട്ടൽ നമ്പർ ഓഫ് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. അതായത് അൺറിയാക്റ്റഡിന്റെ കൂടെ യൂസ് ചെയ്ത ഓക്സിജൻ ഡിവൈഡഡ് ബൈ എത്ര ശതമാനം, ഇതാണ് നോക്കുന്നത്. അപ്പൊ 0 ഗെറ്റ് ക്യാൻസൽ, 60 അതൊക്കെ അറിയാലോ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2400 സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. Hence the composition of mixtures after the reaction. ഇനി ആഫ്റ്റർ റിയാക്ഷൻ കഴിയുമ്പോൾ ഇതിന്റെ കോമ്പോസിഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ കോമ്പോസിഷൻ ഓഫ് ആരുടെ, കാർബൺ ഡയോക്സൈഡിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 400 സെന്റിമീറ്റർ ക്യൂബ് ആണ്. സ്റ്റീം എത്രയാണ്, അതായത് വാട്ടർ എത്രയാണ്, 400 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ദെൻ റിയാക്ട് ചെയ്യാതിരുന്ന എയറിന്റെ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച്, അൺറിയാക്റ്റഡ് ആയിട്ടുള്ള പെർസെന്റേജ് യൂസ് ചെയ്തത് ഡിവൈഡഡ് ബൈ യൂസ് ചെയ്തതിന്റെ പെർസെന്റേജ്. ദെൻ വി വിൽ ഗെറ്റ് അൺറിയാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എത്രയാണ് കിട്ടിയത്, 2400 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ അൺറിയാക്റ്റഡ് ചിലപ്പോൾ മറന്നുപോകും ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. ഡിഡ് യു ഗെറ്റ്? അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ seventh question. 20 ml of hydrogen and 10 ml of carbon monoxide, not carbon dioxide, carbon monoxide, and 20 ml of oxygen are exploded in a utiometer. Then what will be the volume of composition? What will be the volume of the composition of the mixtures of gases after cooling to the room temperature? Write each reaction separately. അതായത് 20 ml of ഹൈഡ്രജനും 10 ml of കാർബൺ മോണോക്സൈഡും 20 ml of ഓക്സിജനും യൂസ് ചെയ്ത് നമ്മൾ സെയിം മിക്സേഴ്സ് ഉണ്ടാക്കി, എന്നിട്ട് അവര് എക്സ്പ്ലോഡ് ചെയ്തു. ദെൻ നമ്മള് അവര് ആ കോമ്പോസിഷൻ ഗ്യാസസ് ആയിരുന്നു മൊത്തം. ദെൻ ആഫ്റ്റർ കൂൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ളത്, ഹൈഡ്രജൻ H2, ദെൻ O2, അത് തമ്മിൽ യൂസ് ചെയ്ത് എന്താണ് നമുക്ക് കിട്ടുന്നത്, H2O വാട്ടർ ആയിട്ട് കിട്ടുന്നു. ദെൻ അടുത്തത് ഏതാണ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് O2 ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇനി ബാലൻസ് ആണ് നോക്കി, ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് അല്ല. സോ വി ഹാവ് ടു ടേക്ക് 1, വി ഹാവ് ടു ഡു 1 2 ഹിയർ ആൻഡ് വി ഹാവ് ടു പുട്ട് ദ 2 ഹിയർ. ദെൻ കാർബൺ മോണോക്സൈഡ് കോൺസ്റ്റന്റ് ആണോ, CC ശരിയാണ്, ബട്ട് O ശരിയല്ല. സോ വി ഹാവ് ടു പുട്ട് 2 ഹിയർ ആൻഡ് 2 ഹിയർ. ദെൻ ഇപ്പം ഹൈഡ്രജന്റെ വോളിയം എത്രയാണ്, 2 വോളിയം ഓഫ് ഹൈഡ്രജൻ and 1 volume of oxygen gives water നമ്മൾ കമ്പൈൻഡ് ചെയ്യാനല്ല, വിട്ടേരെ. കാർബൺ മോണോക്സൈഡ് എത്രയാണ്, 2 volume of carbon monoxide and 1 volume of oxygen give 2 volume of carbon dioxide. Then അടുത്തത് എത്രയാണ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എത്രയാണ് ഹൈഡ്രജന്റെ എമൗണ്ട് എന്നെങ്കിൽ 20 ml. ഇത് എത്രയാണ്, 20 ml of hydrogen and oxygen 10 ml of oxygen. അത്രേ. ഇനി കാർബൺ മോണോക്സൈഡ് എത്രയായിരുന്നു, 10 ml of കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആയിരുന്നു അല്ലെ. അപ്പം
വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ഓക്സിജൻ ഹിയർ? ഓക്സിജന്റെ വോളിയം എത്രയായിരിക്കും? ഇതിന്റെ അതായത് 2 കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ഇവിടെ 1 ഓക്സിജൻ ആണ്. അപ്പൊ 10 ആണെങ്കിൽ അതിന്റെ നേർ പകുതി ഇവിടെ വരും, അതായത് 5 ml വരും. Then what about carbon dioxide? It will be 10. Obviously it will be 10 2 same. Then total volume of oxygen use. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷനിൽ മൊത്തത്തിൽ ഓക്സിജൻ യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഓഫ് ഓക്സിജന്റെ വോളിയം എത്രയാണ്? 10 plus 5 that is 15 ml. ഇനി the volume of oxygen left over, ഇനി എത്രയാണ് ലെഫ്റ്റ് ഉള്ളത്? മൊത്തത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന 20 അല്ലെ? 20 ml of O2. 20 ml of O2 ൽ നിന്നും 50 ml യൂസ് ചെയ്തു. So what will be the remaining? There will be 5 ml മാത്രമേ റിമൈനിങ് ഉള്ളൂ. Then volume of carbon dioxide, CO2 ന്റെ വോളിയം എത്രയാണ്? CO2 ന്റെ വോളിയം 10 ml ആണ്. So total volume of gases, മൊത്തത്തിൽ ഗ്യാസിന്റെ വോളിയം എത്രയാണ്? കാർബൺ ഡയോക്സൈഡിന്റെ 10, അതായത് CO2 പ്ലസ് നമ്മുടെ ഓക്സിജൻ O2. അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ 10 പ്ലസ് ഇതിന്റെ 5, then 15 ml ആണ് റിമൈനിങ് ഉള്ളത്. ഇറ്റ് വിൽ ഈസി ടു കാൽക്കുലേറ്റ്, ബട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇത് കഴിയുമ്പോൾ ഞാൻ ഇത് റിലേറ്റ് ചെയ്ത് ഇതുപോലത്തെ തന്നെ വേറെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസുകൾ തരാം. Then next question. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A sample of coal gas contain 45% of hydrogen and 30% of methane and 20% of carbon monoxide and 5% of C2H2 by volume. 100 ml of this gaseous mixture was mixed with 160 ml of oxygen and explode. Calculate the volume and composition. Calculate the volume and composition of the resulting mixture. Then cooled to room temperature and pressure. അതായത് ഒരു കോൾ ഗ്യാസ് സാമ്പിൾ എടുത്തു, അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഹൈഡ്രജൻ 45%, മീഥേൻ 30%, ദെൻ കാർബൺ മോണോക്സൈഡ് ഈസ് 20% ആൻഡ് മീഥൈൻ എന്ന് പറയുന്നത് 5% ആണ്. ഇതാണ് മൊത്തം. അപ്പൊ 100 ml ഓഫ് ദ ഗേഷ്യസ് മിക്സ്ചേഴ്സ് വർ മിക്സ്ഡ് വിത്ത്, അതിൽ 100 ml ഓഫ് ഗേഷ്യസ് മിക്സ്ചേഴ്സ് നമ്മൾ 160 ml ഓഫ് ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്തപ്പം എക്സ്പ്ലോർ ചെയ്തു. ദെൻ അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് എല്ലാ കേസിലും ഓക്സിജനെ, അതായത് ഓരോ ഗ്യാസ് എടുത്ത് അതിനെ ഓക്സിജനുമായിട്ട് മിക്സപ്പ് ചെയ്തു. അതായത് ഓക്സിജന്റെ എമൗണ്ട് 160 ml ആണ്. അപ്പൊ ഈ ഇത്രയും 100 ml മൊത്തത്തിൽ, അതായത് ഈ 45, 30 അതെല്ലാം കൂടെ കൂട്ടുന്ന ആരാണ് അവർ പറഞ്ഞേക്കുന്നത്? അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 ml ഉണ്ട്. 100 ml ഓഫ് ഗേഷ്യസ് മിക്സ്ചേഴ്സ് എല്ലാം 160 ml ഓഫ് ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടുത്തെ വോളിയമും അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണത്. ക്വസ്റ്റ്യൻ ഇത്തിരി വലിയ ഭീകരനെ പോലെ കാണുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള ഇതാണ്. അപ്പൊ ഗേഷ്യസ് മിക്സ്ചേഴ്സ് എത്രയാണ് നമുക്കുള്ളത്? 100 ml ഓഫ് ഗേഷ്യസ് മിക്സ്ചേഴ്സ് ആണ് ഉള്ളത്. ദെൻ അതിൽ ഫസ്റ്റ് കേസ് നമുക്ക് ഹൈഡ്രജൻ എടുക്കാം, H2 എടുക്കാം. ഹൈഡ്രജൻ H2 ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആസ് യൂഷ്വൽ വാട്ടർ കിട്ടും. ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ, നമ്മൾ അതിനെ ബാലൻസ് ചെയ്തെടുക്കണം. സോ ഹൈഡ്രജൻ എത്രയാണ് ഇവിടെ? 2 വോളിയം ഓഫ് ഹൈഡ്രജൻ, 1 വോളിയം ഓഫ് ഓക്സിജൻ ഗീവ് 2 വോളിയം ഓഫ് സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ. നമ്മൾ ഇതിന്റെ കാര്യം എടുക്കുന്നില്ല. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജന്റെ എത്രയാണ് തന്നിരിക്കുന്ന പെർസെന്റേജ്? 45 ml വോളിയം അല്ലെ, 45 ml. അപ്പം ഇവിടെ ഓക്സിജൻ 2 വോളിയം എടുത്തപ്പോൾ അതിന് നേർ പകുതി മതി, 2 വോളിയം ഓഫ് ഹൈഡ്രജൻ എടുത്തപ്പോൾ അതിന് നേർ പകുതി മതി ഓക്സിജൻ ഇവിടെ. സോ 45ന്റെ പകുതി മതിയായിരിക്കും ഓക്സിജൻ ഇവിടെ. 45ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.5 ml. ഓക്കെ, അടുത്ത ഗ്യാസ് ഏതാ? അടുത്തത് മീഥൈൻ. അതില് CH4 ആണ്. മീഥൈൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആള് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ആണ്. നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ മീഥൈൻ എന്ന് പറയുമ്പോൾ 1 വോളിയമാണ്. ഓക്സിജൻ അപ്പൊ ഇത് എത്രയാണ്? സ്റ്റേബിൾ ആയിട്ട് നോക്കില്ല, ഇത് നമ്മൾ സ്റ്റേബിൾ ആക്കണം. യെസ്, ഇറ്റ് ഈസ് സ്റ്റേബിൾ. സോ 2 വോളിയം ഇവിടെ, അപ്പം 2 വോളിയമാണ്
Then what about carbon dioxide? It is 1 volume. And what about it is need നമ്മൾ നോക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മീത്തൈൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ml. 30 ml ആണ്. അതിന്റെ ഡബിൾ ആണ് നമുക്ക് ആരെ വേണ്ടത്? ഓക്സിജനെ വേണ്ടത്. അപ്പൊ ഓക്സിജന്റെ ml എത്രയായിരിക്കും? 60 ml. Then what will be the case of carbon dioxide? It is also 30 because 1 volume. Then the C, it is carbon monoxide. Carbon monoxide ഓക്സിജനുമായിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ, സോ വി ഹാവ് ടു മേക്ക് ദം സ്റ്റേബിൾ ഓർ ബാലൻസ്. സോ കാർബൺ മോണോക്സൈഡ് എത്രയാണ് നമുക്കുള്ളത്? 2 വോളിയം ആണ്. ഇവിടെ 1 വോളിയം ആണ്, ഇവിടെ 2 വോളിയം ആണ്. സോ കാർബൺ മോണോക്സൈഡ് എത്രയാണ്? 2 വോളിയം എത്രയാ? ഒരു എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 20 ml. 20 ml വേണമെങ്കിൽ അതിന് നേർ പകുതിയാണ് ആരെ വേണ്ടത്? O2 വേണ്ടത്. ദാറ്റ് ഈസ് 10 ml, which gives എത്ര? 20 ml of carbon dioxide. മനസ്സിലായോ? Then next one, the last one, acetylene. Acetylene എത്രയാണ്? C2H2 plus O2 gives C2H2 എവിടെയും കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇത് ബാലൻസ് അല്ല, ഇതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലത്തിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓർമ്മയുണ്ടോ? അത് നമ്മൾ എന്താണ് ഒന്ന് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ അകത്ത് ഈ എത്തിലീൻ എത്രയാണ്? 2 വോളിയം ആണുള്ളത്. ഇവിടെ എത്രയാണ്? 5 വോളിയം ആണ്. ഇവിടെ എത്രയാണ്? 4 വോളിയം ആണ്. ഇവിടെ എത്രയാണ്? വേണ്ട, നോക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എത്രയായിരുന്നു നമുക്ക് തന്ന അസറ്റിലിന്റെ കണക്ക്? 5 ml ആണ്. 5 ml. അപ്പൊ 2 അസറ്റിലിന് 2 വോളിയം ഓഫ് അസറ്റിലിന് 5 ml ആണ് എങ്കിൽ വാട്ട് വിൽ ബി ദ കേസ് ഓഫ് ഓക്സിജൻ? മീൻ അതിന് 5 വേണം. അപ്പൊ അതിന്റെ എത്രയാണ്? 5 മടങ്ങാണ്. അത് 5 ആയിട്ട് പ്ലസ് ചെയ്യണം. സോ 12.5 ml വരും. 12.5 ml. We have to multiply them. 12.5 ml ആയിരിക്കും നമുക്കത് വേണ്ടത്. Then what will be the case of what? Carbon dioxide. അതായത് ഇവിടെ 2 വോളിയം ആണ്. 2 വോളിയത്തിന് 5 ആണ്. അപ്പൊ ഇവിടെ 4 വോളിയത്തിന് എത്ര വരും? 4 വോളിയത്തിന് എത്ര വരും? 10 ml വരും. കാരണം 10 ml ആണ് വരുന്നത്. ദെൻ അപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാ കേസിലും ഓക്സിജന്റെ അളവ് കിട്ടിയിട്ടുണ്ട്. ദ ടോട്ടൽ. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് O2 എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 22.5 ആയിരുന്നു ഫസ്റ്റ് കേസ്. പ്ലസ് 16 പ്ലസ് 10 പ്ലസ് 12.5 ഇത്രയും പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 105 ml ആണ്. ഇത്രയാണ് നമുക്ക് 105 ml ആണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തത്. ബട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു എത്രയാണ് ഓക്സിജൻ യൂസ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അവര് 160 കണ്ടല്ലേ? അതെ. അപ്പൊ ദ വോളിയം ഓഫ് ടോട്ടൽ വോളിയം അവർ തന്നിരിക്കുന്നത് 160 ആണ്. അതിന്റെ അകത്തുനിന്ന് നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? 105 ഉള്ളൂ. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ് ml? ദാറ്റ് ഈസ് 55 ml ഓഫ് O2 will be remain there. Then carbon dioxide CO2 എത്രയാണ്? CO2 യൂസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കേസിൽ 30 യൂസ് ചെയ്തു. ദെൻ സെക്കൻഡ് കേസിൽ 20, ദെൻ അടുത്ത കേസിൽ 10 യൂസ് ചെയ്തു. ടോട്ടൽ വോളിയം 50 പ്ലസ് 60 ml ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് ലെഫ്റ്റ്. അപ്പൊ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്യാസ് എന്തേരം ഉണ്ട്? എത്ര ലെഫ്റ്റ് ഉണ്ട്? ടോട്ടൽ വോളിയം ലെഫ്റ്റ് എത്ര ലെഫ്റ്റ് ഉണ്ട്? That is 55 of oxygen plus 60 gives 115 ml. 1/5 ml ആണ്. So 55 ml of residue of oxygen, 60 ml of carbon dioxide and 115 of total volume. ഇത്രയാണ് നമുക്ക് ml ആണ്. ഇത് ml ആണ്. ഇത്രയാണ് നമുക്ക് ഗേ-ലുസാക്ക് ലോ വെച്ച് ചെയ്യാനുള്ള ഇക്വേഷൻസ്. സോ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാൻ നിങ്ങൾക്ക്
അയച്ചു തരാം. നിങ്ങൾ തന്നെ പ്രോബ്ലം ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ.